സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ഡാൻഡസിൻ്റെ മുന്നിൽ വെച്ച് ശൗര്യക്കുട്ടിയോട് സംസാരിക്കാൻ സോണിയയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ശൗര്യക്കുട്ടി എന്തെങ്കിലും കടത്തി പറയുമോ, ഡാൻഡസ് അത് കേൾക്കുമോ എന്നാണ് പേടി. എന്താ അറ്റൻഡ് ചെയ്യാത്തത്? ഡാൻഡസ് അവളോട് ചോദിച്ചു. വല്ലവരും വിളിക്കുമ്പോൾ നമ്മൾ എന്തിനാ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോണത്? എനിക്കിഷ്ടമല്ല. തനിക്കറിയാത്ത ആളല്ലല്ലോ സോണി, പരിചയമുള്ളത് കൊണ്ടാണല്ലോ അവൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാ. ആളാരാണെന്നറിഞ്ഞ പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അവൻ സംസാരിച്ച് നിൽക്കെ മൊബൈൽ റിങ് ചെയ്യുന്നത് നിലച്ചു. സോണിയയ്ക്ക് ആശ്വാസമായി. ഒന്നുകിൽ അവൻ്റെ ശല്യത്തിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ വിളിക്കുമ്പോൾ നല്ല ചുട്ട മറുപടി കൊടുത്ത് ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് വിലക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളെ പേടിയാ, സോണിയ വെളിപ്പെടുത്തി. എന്തിനാണ് പേടിക്കുന്നത്? ഇത് ചെയ്യാനും മടിയില്ലാത്തവനല്ലേ? അന്ന് വയലിൻ കച്ചേരി നടന്ന രാത്രിയിൽ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയവനല്ലേ? അത് ബോധം കെട്ട് വീണ തനിക്ക് ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ഫസ്റ്റ് എയ്ഡ് തന്നു. എന്നാലും നമ്മൾ പേടിക്കണ്ടേ? ആരെയും പേടിയില്ലാത്ത പോക്കിരിയല്ലേ. കാരക്കാട്ട് ബംഗ്ലാവിൽ വന്ന് നിങ്ങളെയെല്ലാം വെല്ലുവിളിക്കാൻ പോലും മടിക്കാത്തവൻ. നിങ്ങളുടെ ആൾക്കാരെയെല്ലാം ഇടിച്ചു കൂട്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതും ഞാൻ കണ്ടതാണല്ലോ. സോണിയ പറഞ്ഞത് കേട്ട് ഡാൻഡസിന് അല്പം ക്ഷീണമായി. മാന്യതയില്ലാത്തവർക്ക് എന്തും വിളിച്ചു പറയാം, എത്ര മോശമായിട്ട് വേണമെങ്കിലും പെരുമാറാം, ഡാൻഡസ് പറഞ്ഞു. അപ്പോൾ സോണിയയുടെ ഫോൺ വീണ്ടും ഇരമ്പി. ഇത്തവണയും ശൗര്യക്കുട്ടി തന്നെ. കോൾ എടുക്ക്, അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. മനസ്സില്ലാ മനസ്സോടെ സോണിയ കോൾ ബട്ടൺ പ്രസ് ചെയ്തു. ഹലോ. തെല്ല് പരുഷമായി അവൾ പ്രതികരിച്ചു. നീ എന്താടി തീരെ ഇഷ്ടപ്പെടാത്ത പോലെ ഒരു ഹലോ? ഞാൻ നിന്നോട് വല്ലതും ചെയ്തോ? മര്യാദയ്ക്ക് ഹലോ പറയടി. ഇയാൾ എന്തിനാ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നേ? ഇനി മേലിൽ വിളിക്കരുത്. ഞാൻ കട്ട് ചെയ്യാൻ പോകുക. കട്ട് ചെയ്ത അടുത്ത വണ്ടിക്ക് കയറി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുമേ. വന്ന എൻ്റെ വായിന്ന് വീഴുന്നതൊക്കെ നീ കേൾക്കേണ്ടി വരും. ഇയാൾക്ക് എന്താ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വേഗം ഫോൺ വെക്ക്. എൻ്റെ ഫോണല്ലേ, അതെപ്പോൾ വെക്കണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ ഇതെൻ്റെ ഫോണാ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കട്ട് ചെയ്യും. നീ കട്ട് ചെയ്യടി. 15 മിനിറ്റകത്ത് ഞാൻ അവിടെ എത്തും. മറുവശത്ത് നിന്ന് ഭീഷണി വന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ എടി പോടി നീ എന്നൊന്നും വിളിക്കരുത്, എനിക്കിഷ്ടമല്ല. സോറി രാജകുമാരി. മറ്റവൻ അടുത്ത് നിൽപ്പുണ്ടായിരിക്കും അല്ലേ? വെറുതെ അല്ല നിനക്ക് ഇത്രയ്ക്ക് ചുണയും ചുരുക്കും. ഞങ്ങളുടെ വീട്ടിൽ പലരും വരും, അതിന് ഇയാൾക്കെന്താ? എനിക്കെന്താണെന്നോ? നീ എൻ്റെ കെട്ടിയവളല്ലേ, അപ്പോൾ ഞാൻ തിരക്കണ്ടേ നിന്നെ കാണാൻ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന്? കെട്ടിയവൾ ഞാനല്ല, വേറെ വല്ലവരുമായിരിക്കും. ഞാൻ ഇയാളുടെ ആരുമല്ല. സോണിയെ ശരിക്കും ദേഷ്യപ്പെട്ട് പറഞ്ഞു. അയ്യോടി, നീ ഇത്ര പെട്ടെന്ന് എല്ലാം അങ്ങ് മറന്നുപോയോ? തുമ്പോളി കടപ്പുറത്ത് വെച്ച് പാതിരാ നേരത്ത് ഞാൻ നിന്നെ കെട്ടിയതും കെട്ടിപ്പിടിച്ചതും ഒന്നും ഓർമ്മയില്ലേ നിനക്ക്? ഡാൻഡസിന് കൂടി ഈ സംഭാഷണം കേൾക്കാമല്ലോ എന്നോർത്ത് സോണിയെ ചൂളി. ചില നേരത്ത് ഈ ഫോണിൽ നിന്ന് പൊട്ട സ്വരമാണ് വരിക. ഇപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ പാകത്തിൽ സുതാര്യം, സുവ്യക്തം. ഞാൻ ബോധമില്ലാതെ കിടന്ന നേരത്ത് ഇയാൾ എന്നെ കെട്ടിപ്പിടിക്കുകയോ ചെയ്തെങ്കിൽ അത് ഇയാൾ കാണിച്ച മര്യാദക്കേട്. മാന്യതയും സംസ്കാരവും സ്ത്രീകളോട് റെസ്പെക്റ്റും ഉള്ള ഒരാളും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ അറിയാതെ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ചെയ്തതിന് ഞാൻ തന്നെ ഉത്തരവാദി. പിന്നെ ഈ വർത്തമാനമൊന്നും നീ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അവനെ കണ്ടപ്പോഴാണോ നിനക്ക് ഇളകിയത്? ഇത്രയുമായപ്പോൾ ഡാൻഡസ് ഫോണിനു വേണ്ടി കൈ നീട്ടി. വേണ്ട ഡാൻ, അവളോട് സംസാരിക്കണ്ട. മാനേഴ്സ് ഇല്ലാത്തവനാ. മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കാ വിഷമം. സോണിയ ഫോൺ കൊടുക്കാൻ മടിച്ചു. അവനെ എനിക്കറിയാം. വീട്ടിൽ വന്ന് പപ്പയെ ചീത്ത വിളിച്ചവനല്ലേ. അവൻ്റെ നല്ല പെരുമാറ്റമൊന്നും എനിക്ക് വേണ്ട. അവനോട് 2 വാക്ക് എനിക്ക് പറയണം. സോണിയ മനസ്സില്ലാ മനസ്സോടെ ഫോൺ കൈമാറി. ഹലോ. ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ച് ഡാൻഡസ് വിളിച്ചു. അല്ല, ഇതാരാ? പെൺകിളി പോയിട്ട് പകരം ആൺകിളി വന്നോ? നീ ആരാടാ? ഞാൻ ഡാൻഡസ്. അഡ്രസ്സില്ലാത്തവനോ തന്തയ്ക്ക് പിറക്കാത്തവനോ അല്ല. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകൻ ഡാൻഡസ് സൈമൺ. ഞാൻ ശൗര്യക്കുട്ടി. തന്തയ്ക്ക് പിറക്കാത്ത ഒരു കള്ളക്കഴിവേറിക്ക് ജനിച്ച മകനാ ഞാൻ. അയാളുടെ പേരും കാരക്കാട്ട് സൈമൺ തരകൻ തന്നെയാ. എൻ്റെ അഡ്രസ്സ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിൻ്റെയൊക്കെ അഡ്രസ്സ് മായ്ച്ചു കളഞ്ഞിട്ട് അവിടെയാ ഞാൻ എൻ്റെ അഡ്രസ്സ് എഴുതി പിടിപ്പിക്കാൻ പോണത്. എനിക്ക് കുറച്ച് സമയം കൂടെ വേണ്ടി വരും.
എൻ്റെ അഡ്രസ്സ് നിനക്ക് വായിക്കാൻ പാകത്തിൽ ഞാൻ ശരിയാക്കി തരാം. അതെന്തുമായിക്കോട്ടെ. നീ ശരിയാക്കുവോ എഴുതി വയ്ക്കുവോ മായ്ക്കുവോ എന്തു വേണമെങ്കിലും ചെയ്തോ. നിന്റെ ഭാഷ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അന്തസ്സായിട്ടാണ് ജീവിച്ചിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. അതേ അന്തസ്സോടെ പറയുകയാ. സോണിയെ നീ ശല്യപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ മര്യാദക്കേടാണ്. അവളെ ശല്യപ്പെടുത്തരുതെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവരാ. ഞങ്ങളുടെ വിവാഹ തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ കല്യാണ തീയതി തീരുമാനിച്ചിട്ട് അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഞാൻ അവളെ കെട്ടിയിട്ട് 6 മാസമായി. വെറുതെ വിഡ്ഢിത്തം പറയാതെ ശൗരി. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ കല്യാണം നടക്കാൻ പോണില്ല. എടാ പൊട്ട, നീ മുങ്ങുന്ന കപ്പലിലെ വെറും ഒരു എലിയ, പന്നി എലി. നീ അവളെ കല്യാണം ആലോചിക്കാനും നടത്താനും ഒക്കെ ചിലവാക്കുന്ന പണവും സമയവും ഒക്കെ പാഴാ. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. നിന്റെ ആ വയലിൻ ഉണ്ടല്ലോ, അത് പിടിച്ചു പറിച്ച് നിനക്ക് ഞാനൊരു തെറ്റാലി ഉണ്ടാക്കി തരുന്നുണ്ട്. നീ കരുതിയിരുന്നു? മാന്യതയും മര്യാദയും അറിയുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഡാൻഡസ് പാതി ആത്മകഥം പോലെ പറഞ്ഞു. മോനെ ഡാൻഡസേ, ശൗര്യക്കുട്ടിക്ക് അതൊക്കെ കുറവാ. ശൗര്യക്കുട്ടിക്ക് കിട്ടിയതൊക്കെ മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കുന്നേ. എടാ, നിന്റെ അപ്പൻ കാരക്കേട്ട് സൈമൺ തരകൻ എന്ന് നീ അഭിമാനത്തോടെ പറഞ്ഞ ആ കള്ളക്കിഴവേറി എന്നെ എത്ര തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയോടാ? ഞാൻ അന്യനാട്ടിൽ നിന്ന് വന്ന ശത്രു ആയതുകൊണ്ടല്ല, അയാളുടെ അടിവയറ്റിൽ നിന്ന് ജനിച്ച സന്തതി ആയതുകൊണ്ട്. ആ സൈമൺ തരകനും അയാൾ ജനിപ്പിച്ച സന്താനവും കൂടി ചേർന്ന് ഒരു പുതിയ ജീവി ഉണ്ടായി. അതിൻ്റെ പേരാണ് ശൗര്യക്കുട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചടിയല്ലാതെ വേറൊന്നും കാരക്കാട്ടെ ഒറ്റയൊരുത്തനും പ്രതീക്ഷിക്കരുത്. അവൻ്റെ അടിക്ക് കനം കൂടും. അവന് കിട്ടിയുടെ അടിയുടെ 100 ഇരട്ടി വരും. കാര്യം എന്താണെന്നറിയാവോ? അവനെ അടിച്ചത് അവൻ 8ഉം 8ഉം തിരിയാത്ത കുഞ്ഞായിരുന്നപ്പോഴാ. ഓരോ അടിയും അവൻ്റെ ശരീരത്ത് മാത്രമല്ല, അവൻ്റെ മനസ്സിനുമേറ്റു. എടാ, ഒരു കുഞ്ഞിനേറ്റ അടിയുടെ വേദന മനസ്സിലാകണമെങ്കിൽ നിന്റെ തന്തയോളം വളർന്ന നിന്നെയൊക്കെ ഞാൻ എന്തുമാത്രം അടിക്കണം? ആ അടിയാ വരാൻ പോണത്, കരുതിയിരുന്നു. അടുത്ത നിമിഷം കോൾ കട്ടായി. ഡാൻഡസിൻ്റെ മുഖത്തെ വിളർച്ച കണ്ട് സോണിയ ആശങ്കയോടെ തിരക്കി. ഭീഷണിപ്പെടുത്തിയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സംസാരിക്കേണ്ടെന്ന്. നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയ ആളല്ല, അതെനിക്കറിയാം. നമ്മുടെ മാരേജ് നടത്താൻ സമ്മതിക്കില്ലെന്നാ പറയുന്നേ. അതെപ്പോഴും പറയുന്നതല്ലേ ഡാൻ. അയാൾക്കെന്താ പറഞ്ഞുകൂടാത്തത്? താൻ അയാളുടെ ഭാര്യയായി കഴിഞ്ഞു എന്ന് പറയുന്നു. അതെന്നോടും പറഞ്ഞു. എനിക്ക് ബോധമില്ലാതെ കിടന്ന സമയത്ത് അയാൾ എൻ്റെ കഴുത്തിൽ എന്തോ കെട്ടിയത്രേ. എന്നിട്ട് കല്യാണം കഴിച്ചെന്ന്. അയാളുടെ തലയ്ക്ക് വട്ട. ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെയൊരു ന്യായം പറയുമോ? പക്ഷേ താൻ അയാളോട് ഇത്ര കടുപ്പിച്ച് പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ്. പറഞ്ഞിരുന്നെങ്കിൽ അയാൾ തൻ്റെ അടുത്ത് ഇത്ര വഷളാകത്തില്ലായിരുന്നു. എനിക്ക് പേടിയാണ് ഡാൻ. ഞാനൊരു പെണ്ണല്ലേ. അയാൾ വെറും ഒരു റൗഡി മാത്രമൊന്നുമല്ലല്ലോ. പണമുണ്ട്, ആളുകളുണ്ട്, സ്വാധീനമുണ്ട്. വെറുതെ ഒരാൾക്ക് ഡാൻഡസിൻ്റെ പപ്പയോടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുമോ? സോണിയ ചോദിച്ചു. അയാൾക്ക് ഭയങ്കര പകയാ പപ്പയോട്. പപ്പയെ നശിപ്പിച്ചേ അടങ്ങൂന്നാണ് വാശി. പറയുക മാത്രമല്ലല്ലോ, അയാൾ ചെയ്യുന്നില്ലേ? സോണി, നമ്മുടെ മാരേജ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടത്തണം. എന്നിട്ട് നമുക്ക് ഈ സെറ്റപ്പിൽ നിന്ന് മാറണം. എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ സെറ്റിൽ ചെയ്യണം. എൻ്റെ കലാജീവിതത്തിനും അതാണ് നല്ലത്. അവിടെയാണ് സിനിമയും സംഗീതവും നാടകവും എല്ലാം വേഗം വളരുന്നത്. എറണാകുളം എനിക്കും ഇഷ്ടമാ, സോണിയ പറഞ്ഞു. ചാർലിയും സൈമണും കൂടി സ്റ്റെയർ കേസ് കയറി വരുന്നുണ്ടായിരുന്നു. നിന്നെ ശൗരി വിളിച്ചിരുന്നോ? ചാർലി സോണിയയോട് ചോദിച്ചു. ആ വിളിച്ചു. പപ്പ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പപ്പയോട് എന്തു പറഞ്ഞു? ഡാൻഡസുമായുള്ള കല്യാണാലോചന ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന്. കല്യാണം നടത്താൻ അവൻ സമ്മതിക്കില്ലെന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? ഡാൻഡസിനോട് എന്തൊക്കെയോ പറഞ്ഞു. ഡാൻഡസ് മര്യാദയ്ക്കാണ് സംസാരിച്ചത്. പക്ഷേ വെട്ടുപോത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സോണിയ പറഞ്ഞു. ഇനി അവൻ്റെ കോളെല്ലാം റെക്കോർഡ് ചെയ്തേക്കണം. നമുക്ക് SP ഓഫീസിൽ പോയി തെളിവ് സഹിതം പരാതി കൊടുക്കണം. അവൻ്റെ ആഭാസ തരത്തിന് ഒരറുതി വേണമല്ലോ. സോണിയെ ഇനി തനിച്ച് പുറത്തേക്ക് വിടല്ലേ പപ്പ, ഡാൻഡസ് നിർദ്ദേശിച്ചു. അവൻ്റെ ഉള്ളു നിറയെ പ്രതികാരമാ. എന്ത് ചെയ്യാനും മടിയില്ല. ആസിഡ് ബൾബ് എറിയാനും മുട്ട എറിയാനും ഒക്കെ അവന് ഗുണ്ടകളുടെ സഹായം കിട്ടും. എന്തെങ്കിലും സംഭവിച്ച ശേഷം ഓർത്തിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. നീയും സൂക്ഷിക്കണം ഡാൻഡസ്. നിങ്ങളോടല്ലേ അവൻ്റെ പക മുഴുവൻ, ചാർലി ഓർമ്മിപ്പിച്ചു. അത് ശരിയാ, എന്നോട് അയാൾക്ക് ദേഷ്യമൊന്നുമില്ല.
കാരക്കേട്ട് ഫാമിലിയെ തെരുവിലിറക്കി പിച്ച തെണ്ടിക്കുമെന്നാ പറഞ്ഞത്. സോണിയ പറഞ്ഞു. അതെപ്പോ പറഞ്ഞു? ചാർലി തിരക്കി. മുമ്പൊരു ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ. അതിനു മുമ്പും അവൻ എന്നെ വിളിക്കുമായിരുന്നോ? ചിലപ്പോൾ വിളിക്കാറുണ്ട്. നീ എന്തിനാ അയാളുടെ കോൾ എടുക്കാൻ പോണേ? ചാർലി മകളെ ശകാരിച്ചു. പപ്പ, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാ. ഇനി അവൻ വിളിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്തേക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു, ചാർലി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കല്യാണത്തിൻ്റെയും മനസ്സമ്മതത്തിൻ്റെയും ഡേറ്റ് ഏറെക്കുറെ ധാരണയായി. ഇനി പള്ളിയിൽ അച്ഛനുമായി ഡിസ്കസ് ചെയ്തിട്ട് വേണം കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. എന്തായാലും ജൂണിന് മുമ്പ് കല്യാണം നടന്നിരിക്കും. ഡാൻഡ് സോണിയെ നോക്കി മന്ദഹസിച്ചു. ലൈസാമയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് ശൗര്യക്കുട്ടി മൈക്കേലിൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു. പണം ചെലവാക്കുന്നതിനെപ്പറ്റി ഓർത്ത് മൈക്കേലിന് വലിയ വ്യസനമുണ്ടായിരുന്നു. 1000-ഉം 10,000-ഉമല്ല തുക, ലക്ഷം കവിഞ്ഞിരിക്കുന്നു. അതേപ്പറ്റി മൈക്കേൽ ശൗര്യക്കുട്ടിയോട് തന്നെ ആവലാതിപ്പെട്ടു. ഒന്നും വേണ്ടായിരുന്നു, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? എന്ന് തീർക്കും? ഇതെങ്ങനെ കാലാവധിയുള്ള കടമല്ല മൈക്കേലേ, ഇത് വളരെ സാവധാനമുള്ള കടമ. മൈക്കേലിന് കാശുണ്ടാകുമ്പോൾ മൈക്കേൽ ഈ കടം തീർക്കും, ശൗര്യക്കുട്ടി സാന്ത്വന രൂപേണ പറഞ്ഞു. ലൈസാമയെ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ശൗര്യക്കുട്ടിയുടെ കാറിലാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവളുടെ വീടിരുന്ന സ്ഥലത്ത് പുതിയൊരു വീടാണെന്ന് ലൈസാമയ്ക്ക് തോന്നി. കേടുപാടുകൾ തീർക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മുൻഭാഗം വാർത്ത് ഒരു മുറി കൂടി പണിത് പുതിയ പെയിൻ്റ് അടിച്ച് മൂടി പിടിപ്പിച്ചിരിക്കുന്നു. പഴയ ഫർണിച്ചർ മാറ്റി പുതിയവ വാങ്ങിയിട്ടിരിക്കുന്നു. പണ്ടെന്നോ കേടായി അനക്കമിട്ടിരുന്ന പെട്ടി TV-ക്ക് പകരം പുതിയ TV അതിനു വേണ്ടി മാത്രമുള്ള സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ലൈസാമയുടെ മുറി തന്നെ പരിഷ്കരിച്ച് പുതിയ തറയോടിട്ട് ബാത്റൂം അറ്റാച്ച്ഡാക്കി മാറ്റിയിട്ടുണ്ട്. പഴയ അടുക്കള പൊളിച്ചു കളഞ്ഞ് ഗ്രാനൈറ്റ് സ്ലാബുകളും കിച്ചൺ സ്റ്റാൻഡും അലുമിനിയം ഫാബ്രിക്കേറ്റഡ് ക്യാബിനറ്റുമുള്ള തറയിൽ ടൈൽ വിരിച്ച പ്രൗഢമായ അടുക്കള. ഊണുമുറിയിൽ പുതിയ ഫ്രിഡ്ജ്. ചായ്പ് പോലെ പിന്നോട്ട് നിർമ്മിച്ച പുതിയ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ. വീടിന് പുറമേ കാണുന്ന മാറ്റത്തേക്കാൾ പ്രകടമായിരുന്നു ഉൾത്തളങ്ങളിലെ പുതിയ സൗകര്യ സംവിധാനങ്ങൾ. ലൈസാമയ്ക്ക് ഇനിയും നടക്കാറായിട്ടില്ല. ആരെങ്കിലും തോളത്ത് കൈയിട്ട് താങ്ങിപ്പിടിച്ച് നടത്തണം. പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞു, അതിൻ്റെ പദ്യം കൂടി തീരാനുണ്ട്. ലൈസാമയുടെ കട്ടിലും പുതിയതായിരുന്നു. വൈദ്യർ നിർദ്ദേശിച്ചതനുസരിച്ച് മുകൾ തട്ടിൽ നിന്ന് ഒരു കയർ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേ അറ്റം കട്ടിലിനരികെ ഞാന്ന് കിടന്നു. ലൈസാമയ്ക്ക് അതിൽ പിടിച്ച് തനിയെ എഴുന്നേറ്റിരിക്കാം, വേണമെങ്കിൽ നിൽക്കാനും പറ്റും. ഒന്നും പോരാ, ഈ കയറൊക്കെ ഞങ്ങൾ അഴിച്ചു കളയും, തനിയെ നടക്കണം, ശൗര്യക്കുട്ടി പറഞ്ഞു. എൻ്റെ മോനെ, എനിക്ക് ഇത്രയും മതി, ചത്താ മതിയെന്ന് വെച്ച് കിടന്നോളല്ലേ ഞാൻ. ഈ പിള്ളാരെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ അങ്ങ് എടുത്തോളണേന്ന് ഞാൻ എന്തുമാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചതാ. ഇങ്ങനെ എണീറ്റിരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ലൈസാമയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ദിവസമായതിനാൽ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ബേബിൾ അമ്മയോടൊപ്പമായിരുന്നു. ആർത്തങ്കൽ പോയി ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ശൗര്യക്കുട്ടി വിലക്കി. അവൻ വീട്ടിൽ പോയി ചോറും കറികളും സ്റ്റീൽ പാത്രങ്ങളിൽ എടുത്തുകൊണ്ടുവന്നു. ചോറും മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും കാച്ചിയ മോരും. ശൗര്യ തന്നെ അതെല്ലാം പ്ലേറ്റിൽ വിളമ്പി ലൈസാമയുടെ കട്ടിലിനരികെ പൊക്കമുള്ള സ്റ്റൂളിൽ വെച്ചു കൊടുത്തു. ഇതും ഒരു കടം വീട്ടിലാ, ശൗര്യക്കുട്ടി പറഞ്ഞു. അതെന്താണെന്ന് ലൈസാമയ്ക്കും മേബിളിനും മൈക്കേലിനും അറിയാം. പിഴച്ചുണ്ടായവൻ എന്ന് സകലരാലും നിന്ദിക്കപ്പെട്ടിരുന്ന കാലത്ത് ഈ വീട്ടിലെ ഊണുമേശയിൽ മറ്റുള്ളവർക്കൊപ്പം അവന് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. വയറ്റിൽ വിശപ്പിൻ്റെ അഗ്നി കത്തിക്കാളുമ്പോൾ അവനിവിടുന്ന് വയർ നിറയെ ആഹാരം കിട്ടിയിട്ടുണ്ട്. അന്ന് ശൗര്യക്കുട്ടി ആഹാരം കഴിച്ച അതേ ഹൃദയവികാരങ്ങളോടെ, അതേ രുചിയോടെയും നന്ദിയോടെയും ലൈസാമ ഇന്ന് ചോറുണ്ടു. നിനക്ക് എവിടെ നിന്ന് കിട്ടി ശൗര്യക്കുട്ടി ഈ ചിക്കനും ബീഫുമൊക്കെ? ഇന്ന് ശനിയും ഞായറുമൊന്നും അല്ലല്ലോ, മൈക്കേൽ ചോദിച്ചു. എടാ മൈക്കേലേ, എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അറവുശാലക്കാരൻ്റെ മോളെയാണെന്ന് നിനക്കറിയാമല്ലോ. എന്നാലും മുമ്പൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ല. ഇപ്പം ഞങ്ങൾ ബന്ധുക്കാരല്ലേ. എന്നും രാവിലെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ മൊബൈലിലോട്ട് ഒരു കോള് വരും. ഇന്നെന്താ വേണ്ടത്? ബീഫുണ്ട്, പോർക്കുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറ. ചേട്ടന് വല്ല മടിയുമുണ്ടോ? വേണ്ടതൊക്കെ ഓർഡർ ചെയ്യും. ജോമോനോ പീറ്ററോ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അവർക്ക് തിരക്കാണെങ്കിൽ കൊടുത്തയക്കും. നിൻ്റെ ഒരു യോഗം. മൈക്കേൽ താടിക്ക് കൈ താങ്ങിക്കൊണ്ട് വിസ്മയം കൂറി. എടാ മൈക്കേലേ, അത് വിട്, നമുക്ക് ഇവളുടെ കല്യാണം നടത്തണ്ടേ? അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചുമതല തീർന്ന്.
മേബിളിനെ നോക്കി ചെറുചിരിയോടെ ശൗര്യക്കുട്ടി പറഞ്ഞു. എന്നെ ഇപ്പം ആരും ഓടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കണ്ട. നിങ്ങളെ രണ്ടുപേരും കെട്ടിയിട്ട് മതി. മേബിൾ നാണം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇല്ല, നിന്നെ കെട്ടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പലയിടത്ത് നോക്കുന്നുണ്ട് നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ. കൊള്ളാവുന്ന ഒരുത്തനെ വേണ്ടേ? ഞാൻ തപ്പി എടുത്തോളാം എവിടുന്നെങ്കിലും. വേണ്ടെന്നേ, മേബിൾ കെഞ്ചി. നീ വല്ലവരെയും നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറ, അതും പരിഗണിക്കാം. ഞാനോ? മേബിൾ നെഞ്ചിൽ കൈവച്ചു. അതെന്താ, നിനക്ക് ആണൊരുത്തനെ ഇഷ്ടപ്പെടാൻ തോന്നിയിട്ടില്ലേ? ഇവളെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല ശൗര്യക്കുട്ടി, ലൈസാമ്മ പറഞ്ഞു. നീ കാണാനൊക്കെ സുന്ദരിയാണല്ലോ. നിന്നെ പ്രേമിച്ചോട്ടേന്നോ കെട്ടിക്കോട്ടേന്നോ ഒരുത്തനും ഇന്നേ വരെ ചോദിച്ചിട്ടില്ലേ? ചിരിയും കണ്ണിറക്കലും ചൂളമടിയും ഒക്കെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും പുറകിന് വരുന്ന കണ്ട ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കും. ഒരിക്കൽ ഞാൻ റോഡിൽ നടന്നു വരുമ്പോൾ ഒരുത്തൻ ആനയെ നടത്തിക്കൊണ്ട് വരുന്നു. അവൻ ആനപ്പുറത്തിരുന്നോണ്ട് എന്നെ കണ്ണടച്ചു കാണിച്ചു. എന്നിട്ടൊരു ഫ്ലൈയിങ് കിസ്സും. ഹോ, ഞാനൊന്ന് ബോധം കെട്ട് വീഴേണ്ടതായിരുന്നു. മേബിൾ പറഞ്ഞത് കേട്ട് ശൗര്യക്കുട്ടി പൊട്ടിച്ചിരിച്ചു. ഞാൻ വേറൊരു കല്യാണം കഴിക്കാമെന്ന് ഏറ്റുപോയി. അല്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിയേനെ, ശൗര്യക്കുട്ടി തമാശ മട്ടിൽ പറഞ്ഞു. എനിക്കറിയാം, അറയ്ക്കലെ സുന്ദരി പെണ്ണിനെയല്ലേ? മേബിൾ പരിഭവസ്വരത്തിൽ പറഞ്ഞു. ആ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശൗര്യ കൂട്ടിച്ചേർത്തു. ആ കല്യാണം നടക്കുമോ? മേബിൾ സംശയം പ്രകടിപ്പിച്ചു. പിന്നെ നടക്കാതെ എന്നാ കുഴപ്പം? അവളെ സൂക്ഷിച്ചു നോക്കി. ആ പെണ്ണിന് ഇഷ്ടമല്ലല്ലോ. അവളുടെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമാണ് ഞാൻ നടത്തണത്. ചേട്ടായിക്ക് അവളോട് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ അത് തന്നെ വേണമെന്ന് വാശി? കാരക്കാട്ട് ഡാൻഡസ് എന്ന് പേരുള്ള ഒരുത്തനുണ്ട്, സൈമൺ തരകൻ്റെ ഇളയ മോൻ, സംഗീതജ്ഞൻ, വയലിനിസ്റ്റ്. അവളെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ പാട്ട് പെട്ടി പൂട്ടും. അത് പൂട്ടിക്കാൻ വേണ്ടിയാ. ശൗര്യയുടെ കണ്ണിൽ അന്നേരം പകയുടെ വൈരപ്പൊടി മിന്നി. മേബിൾ വല്ലായ്മയോടെ അവനെ നോക്കി നിന്നു. ശൗര്യക്കുട്ടി വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് ഒരു ബൈക്കിരിപ്പുണ്ട്. റെജീനയും ജോജോയും കൂടി എമിലിയെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോഴേ ശൗര്യക്കുട്ടി വീട്ടിനുള്ളിൽ നിന്ന് വാദപ്രതിവാദ കോലാഹലം കേട്ടു. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ശൗര്യക്കുട്ടി വരാന്തയിലേക്ക് കയറി ചെന്നു. എമിലിയും കുഞ്ഞനെയും വാതിൽക്കലെത്തി. എന്താ ഇതിനകത്ത് വലിയ ബഹളം? റെജിയ, അവൾ ഏതാണ്ടൊക്കെ വിളിച്ചു പറയണ്. അവക്ക് ഒരു കാര്യം ഉള്ളതല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? എമിലിയെ തള്ളി മാറ്റിക്കൊണ്ട് റെജീന വരാന്തയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ബദ്ധശത്രുവിനെ പോലെ ശൗര്യയെ നോക്കി. കാരക്കാട്ടെ ഡാൻഡസും അറയ്ക്കൽ ചാർലി സാറിൻ്റെ മോളും തമ്മിലുള്ള കല്യാണം നീ മുടക്കാൻ പോണെന്ന് കേട്ടല്ലോ, ശരിയാണോ? ആണ്, ശരിയാണ്, ശൗര്യക്കുട്ടി ലാഘവത്തോടെ പറഞ്ഞു. എന്നിട്ട് നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോണെന്ന് കേട്ടു. അതും ശരിയാണ്. ശൗര്യക്കുട്ടി മാറത്ത് കൈകെട്ടി തൻ്റെ ഇളയമ്മയെ ഈമ വെട്ടാതെ നോക്കി. ഈ സ്ത്രീ തനിക്ക് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഒന്നും ശൗര്യ മറന്നിട്ടില്ല. തന്നോട് കാണിച്ചിട്ടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കാഞ്ഞിരം പോലെ കഴിച്ചു കിടപ്പുണ്ട്. റെജീനയോട് ശൗര്യക്കുട്ടി പകരം വീട്ടാതിരിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. എമിലിയുടെ കഷ്ടപ്പാടുകളിൽ റെജീന അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ പൂതി നടക്കത്തില്ല, ഞാനാണ് പറയണത് റെജീന. നെഞ്ചത്ത് തൊട്ട് റെജീന വെല്ലുവിളിച്ചു. നിങ്ങൾ ചിലക്കാണ്ട് നിങ്ങളുടെ വീട്ടിൽ പോ, ശൗര്യക്കുട്ടി വെറുപ്പോടെ പറഞ്ഞു. നീ ആരാണെന്നാ നിന്റെ വിചാരം? എടാ, കുറച്ച് പുത്തൻ കാശും കാറും ബോട്ടും ആൽബലവും ഉണ്ടെന്ന് വെച്ച് നീ ഒരിക്കലും ഡാൻഡസിന് പകരക്കാരനാവത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവൻ സ്നേഹിക്കുന്ന പെണ്ണ അവള്. അവനും അവളും തമ്മിലുള്ള കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ച്? ആർക്ക് വേണോ അത്? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ, എന്നോട് വഴക്കിന് വരണ്ട. നിന്നോട് തന്നെയാ പറയുന്നേ. അറയ്ക്കൽ ചാർലി സാറിൻ്റെ മോളെ കെട്ടാന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അമ്മ, ഇവരോട് പോകാൻ പറ, അല്ലെങ്കിൽ അമ്മ വിളിച്ചോണ്ട് പോ, ശൗര്യക്കുട്ടിക്ക് മുഷിഞ്ഞു. എടാ, നീ ആരാണെന്നാ നിന്റെ വിചാരം? നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും നീ വലിയ കേമനാണെന്നും ഒക്കെ. കാരക്കാട്ടുകാരെ നശിപ്പിക്കുമെന്ന് നീ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ. കാരക്കാട്ടുകാരാരാണെന്ന് നിനക്കറിയാവോ? ഇല്ല. നിന്റെ ശപഥം, നിന്റെ പ്രതികാരം. നീ കല്യാണം മുടക്കാനായിട്ട് വാ, ഞാൻ എല്ലാം പൊളിച്ചു തരാം. റെജീന വീറോടെ മുറ്റത്തേക്ക് ഇറങ്ങി. ജോജോയെ വിളിച്ചു. ജോജോ മുറിയിൽ നിന്ന് തല കുനിച്ചിറങ്ങി. എമിലിയോട് മൂകമായി യാത്രാനുവാദം തേടി. പിന്നെ മുറ്റത്തേക്കിറങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കി റെജീനയും കയറ്റി ഓടിച്ചുപോയി. എമിലി സാന്ത്വനഭാവേന പലതവണ വിളിച്ചിട്ടും ശൗര്യക്കുട്ടിക്ക് കുലുക്കമില്ല. അവൻ മുറ്റത്ത് നിന്ന് വീട്ടിലേക്ക് കയറുന്നില്ല. കുറച്ചു ദൂരം നടക്കും, പിന്നെ അനങ്ങാപ്പോറ പോലെ നിൽക്കും.
അവൻ്റെ മുഖം ഇരുണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എമിലിക്ക് ഭയമായി. ശൗര്യക്കുട്ടി, നീ അത് വിട്ടുകളാ. അവൾ പോയല്ലോ, ഇനി എന്താ പ്രശ്നം? ജന്തുവിനെ ഇനി വീട്ടിൽ കേട്ടല്ല്. ശൗര്യക്കുട്ടി അന്ത്യശാസനം നൽകി. നീ അങ്ങനെയൊക്കെ പറഞ്ഞ അവൾ എൻ്റെ കൂടപ്പിറപ്പല്ലേടാ. അതുകൊണ്ടാ ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി പറ്റത്തില്ല. ആ പട്ടിച്ചി ഈ മുറ്റത്ത് കാലുകുത്തിയ ഞാൻ കവളമടക്കല എടുത്ത് അടിക്കും. ശൗരി, എമിലി ശാസനാസ്വരത്തിൽ വിളിച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കയറത്തില്ല. എന്താന്ന് വെച്ച് അമ്മ തീരുമാനിച്ചോ? എടാ, അവൾ വിവരമില്ലാണ്ട് വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ വെകിളി പിടിച്ചാലോ? ഈ വിവരക്കേട് എത്ര കാലം ഞാൻ സഹിക്കണം? 24 കൊല്ലമായിട്ട് സഹിക്കണ്. അമ്മയുടെ കൂടപ്പിറപ്പാണല്ലോ എന്ന് വിചാരിച്ചാ സഹിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊന്നേനെ. ശൗര്യക്കുട്ടി, സൂക്ഷിച്ച് വർത്തമാനം പറ. എമിലിയുടേത് ഉഗ്രശാസനമായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ആ കഴിവേറിയുടെ മോൾക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടല്ലോ. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ അവൾ എൻ്റെ അടുത്ത് കാണിച്ച പന്നത്തരത്തിന് വല്ല കണക്കും ഉണ്ടോ? അതിനു മുമ്പ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ എനിക്കൊരു ഊഹമുണ്ട്. എൻ്റെ തലയ്ക്ക് ഞൂണ്ടിയിട്ടുണ്ടാകും. ആരും കാണാട്ട് എന്നെ പിച്ചിയിട്ടുണ്ടാകും. എൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ടുണ്ടാകും. ശൗര്യക്കുട്ടി പകയോടെ പറഞ്ഞു. വേണ്ടാതീനം പറയല്ലേ ശൗര്യക്കുട്ടി. അവളൊരു നേഴ്സാ. കുഞ്ഞുങ്ങളോടൊരു നേഴ്സ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവൾ നേഴ്സല്ല, പിശാച്. നേഴ്സുമാർക്കിടയിൽ നുഴഞ്ഞു കയറിയ നരക പിശാച്. ശൗര്യക്കുട്ടി പ്രാഗി. അവൾക്ക് നിന്റെ അടുത്ത് സ്നേഹമൊന്നുമില്ലായിരുന്നു. അത് ഞാൻ സമ്മതിച്ച്. അവൾ എന്നെ കുറേ ദ്രോഹിച്ച്. ആ വിവരം അമ്മയ്ക്കറിയോ? ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം അവൾ എന്നെ നോക്കിയ നോട്ടം ഞാൻ മറന്നിട്ടില്ല. പിശാച് നോക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴെല്ലാം കൈമുട്ട് കൊണ്ടോ കാൽമുട്ട് കൊണ്ടോ എൻ്റെ ദേഹത്ത് തട്ടും. അറിയാതെയാണെന്നാ വെപ്പ്. എൻ്റെ കാലേ ചവിട്ടും. കൈവിരൽ കൊണ്ട് ചെവിക്കിട്ട് ഞൂണ്ടും. ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൂടെ ഒരാവശ്യവും ഇല്ലാണ്ട് നടക്കും. നീ എന്നതാ ശൗര്യക്കുട്ടി ഈ പറയണത്? അന്ന് നീ കൊച്ചല്ലേ? വല്ല പിച്ചോ തല്ലോ തന്നിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? പ്രത്യേകിച്ച് പെണ്ണായിട്ട് ജനിച്ചവള്. അവൾ പെണ്ണായിട്ടല്ല, പാമ്പായിട്ടാ ജനിച്ചത്. അണലി. എന്നെ പള്ളി കൊണ്ടുപോകത്തില്ല, പെരുന്നാളിന് കൊണ്ടുപോകത്തില്ല. ചേട്ടനും ചേച്ചിക്കും മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. എൻ്റെ മുന്നിൽ വെച്ച് അവർക്ക് കൊടുത്തിട്ട് അവരത് തിന്നുന്നത് കാണിക്കും. മുടി വെട്ടിക്കാൻ കൊണ്ടുപോയപ്പോൾ അവൾ എൻ്റെ തല മുട്ടയടിപ്പിച്ച് ചേട്ടനും ചേച്ചിക്കും പലഹാരം വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് തന്നില്ല. അങ്ങനെ എന്തെല്ലാം ചെയ്തേക്കണ്. അമ്മയോടൊരു സത്യം പറയാവല്ലോ. കാരക്കാട്ട് സൈമൺ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആ നായിൻ്റെ മോളാ. അവളോട് ഞാൻ എന്തുമാത്രം ക്ഷമിച്ചെന്ന് അമ്മയ്ക്കിപ്പോൾ അറിയത്തില്ല. പക്ഷേങ്കി ഇനി എൻ്റെ മുന്നിൽ അവൾ തടസ്സം നിന്ന പാമ്പിന്റെ പത്തി അടിച്ച് ചതയ്ക്കണ മാതിരി ഞാൻ അവളുടെ തല ചതച്ചു കളയും. പറഞ്ഞേക്ക്. ശൗര്യക്കുട്ടി അന്ത്യശാസനം നൽകിയിട്ട് നേരെ കടപ്പുറത്തേക്ക് പോയി. തൻ്റെ മകൻ പറഞ്ഞാൽ ആ വാക്കിന് പിന്നെ മാറ്റമില്ലെന്ന് എമിലിക്കറിയാം. ശൗര്യക്കുട്ടിയുടെ വാദത്തിലും കഴമ്പുണ്ടെന്നതിൽ എമിലിക്ക് സംശയമൊന്നുമില്ല. ശൗര്യ ജനിച്ചപ്പോൾ മുതൽ റെജീനയ്ക്ക് അവനോട് വെറുപ്പായിരുന്നു. താൻ പ്രസവിച്ച മകൻ എന്ന പരിഗണന പോലും അവൾ അവന് നൽകിയില്ല. ജാനറ്റിനും ഡെന്നിച്ചനും വാരിക്കോരി നൽകിയപ്പോൾ അവൾ ശൗര്യക്കുട്ടിയെ ക്രൂരമായി അവഗണിച്ചു. അവന്റെ മനസ്സിൽ എല്ലാം ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. വർഷങ്ങൾക്കിപ്പുറം അവനെല്ലാം മറന്നുവെന്നായിരുന്നു തന്റെ വിചാരം. കുഞ്ഞു മനസ്സിൽ പതിയുന്നതൊന്നും അങ്ങനെ മാഞ്ഞു പോവുകയില്ലെന്ന് ഇപ്പോൾ എമിലിക്ക് തീർച്ചയായി. ശൗര്യക്കുട്ടി കടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എമിലി ഫോൺ എടുത്ത് റെജീനയെ വിളിച്ചു. അപ്പോൾ തന്നെ റെജീനയെ ലൈനിൽ കിട്ടി. നീ വീട്ടിലെത്തിയോ റെജി? ഞാനിപ്പോ കാട്ടൂരാ. പോണ വഴിക്ക് കയറിയതാ. പപ്പയും അമ്മയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർത്തു നീ ഇത്ര പെട്ടെന്ന് വീട്ടിലെത്തിയല്ലോന്ന്. ഇതും വീടാണല്ലോ ചേച്ചി, നമ്മളൊക്കെ ജനിച്ചു വളർന്ന വീട്. എടി റെജി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ആ പട്ടിയുടെ കാര്യമായിരിക്കും, ശൗര്യയുടെ. നീ മര്യാദയ്ക്ക് സംസാരിക്ക റെജി. അവൻ എൻ്റെ മകനാ. ചേച്ചിയുടെ മകനോ? ശൗരി. അവൻ കാരക്കാട്ട് സൈമന്റെ മകൻ. ഞാൻ പറയണത് നീ കേക്ക്. നീ ഇനിയെങ്കിലും അവനെ വെറുപ്പിക്കരുത്. ഇന്ന് നീ പറഞ്ഞതൊന്നും അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നോട് പോലും തട്ടിക്കേറി. പോകാൻ പറ തെണ്ടിയോട്. അവന്റെ ദേഷ്യം നമ്മളോട് വേണ്ട. റെജി, നീ അവനോട് കുഞ്ഞുനാൾ മുതൽ ചെയ്തതൊക്കെ അവന്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. നീ അവനോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഉണ്ട്. എന്നെ വിചാരിച്ച അവൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കണത്. ദൈവത്തെ ഓർത്ത് നീ അവനോട് വഴക്കിന് പോകല്ല്. അവൻ നിന്നെ നശിപ്പിക്കും. അവൻ പറഞ്ഞു, എന്റെ മിറ്റത്ത് ഇനി നീ കേറിയ നിന്റെ തല അടിച്ചു പൊളിക്കുമെന്ന് അവൻ പറഞ്ഞേക്കണത്. നിനക്കറിയാവല്ലോ അവന്റെ സ്വഭാവം. അവൻ ആരെയും പേടിയില്ല. നീ അവനോട് വഴക്കിന് നിൽക്കണ്ട. എനിക്ക് അവനെയും പേടിയില്ല ചേച്ചി. അവൻ എൻ്റെ അടുത്ത് കളിക്കാൻ വന്ന
അവന്റെ തനി നിറം ഞാൻ കാട്ടിക്കൊടുക്കും. നീ എന്തുദ്ദേശിച്ചാ ഈ പറയണത്? നിനക്ക് എന്നെ അവനോട് ഇത്രയ്ക്ക് ശത്രുത? എന്തെങ്കിലും ദ്രോഹം അവൻ നിനക്ക് ചെയ്തോ? ഇല്ലല്ലോ. നേരെ മറിച്ച് അവൻ എന്തെല്ലാം ഉപകാരങ്ങള് ഈ നാട്ടുകാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അയലന്തരത്തുള്ള വീട്ടുകാരെയെല്ലാം അവൻ ഓരോരോ കാര്യത്തിന് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ കൂടെയാ ഈ നാട്ടുകാരെല്ലാം. സൈമൺ മുതലാളി ഈ കടപ്പുറത്തിന്റെ രാജാവായിരുന്നല്ലോ. ഇപ്പൊ എവിടെ പോയി? അയാളിപ്പൊ സൈമൺ തരകനല്ല. തരകൻ ഇപ്പോ ശൗരിക്കുട്ടിയാ. ഈ വീട്ടിൽ തന്നെ അവൻ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുത്തി. ഡെന്നിച്ചന്റെയും ജാനറ്റിന്റെയും കല്യാണം നടത്തിയത് അവനാണല്ലോ. വിൻസിയെ കെട്ടിച്ചു വിട്ടത് ആരാ? അവനൊരു കൊള്ളരുതാത്തവനായിരുന്നെങ്കിൽ നീ പറയണതിൽ കാര്യമുണ്ടെന്ന് വിചാരിക്കായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. ചേച്ചി, എനിക്ക് അവന്റെ ഒരു കാര്യവും കേൾക്കണ്ട. ചേച്ചി അവനെ തള്ളിക്കളയുന്ന ഒരു ദിവസം വരും. എന്ത് കാര്യത്തിനാണ് നീ അവനും അറക്കൽ ചാർലി സാറിന്റെ മോളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടത്? അവള് നിന്റെ ആരാണെന്നാ എന്റെ ചോദ്യം. അറക്കൽ ചാർലി സാറിന്റെ മോളും ഡാൻഡസും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവാണ്. അവര് രണ്ടുപേരും തമ്മിൽ വർഷങ്ങളായിട്ട് സ്നേഹത്തിലാ. ഡാൻഡസ് എന്ത് സുന്ദരനാ, എത്ര നല്ലൊരു കലാകാരനാ. ശൗരി എന്തിനാ ആ കല്യാണം മുടക്കാൻ നടക്കുന്നത്? അവൻ എന്താണ് കാര്യം? അവനും അവളും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ? കാട്ടുമാക്കാനും മാടപ്രാവും തമ്മിലാണോ കല്യാണം വേണ്ടത്? ശൗര്യക്കുട്ടി എന്തെങ്കിലും ചെയ്തോട്ട്. നീ എന്തിനാ അവനെ തടയാൻ നിക്കണത്? അറക്കൽ ചാർലിയും മോളും നിന്റെ വല്ലവരുമാണോ? ഡാൻഡസും സോണി മോളും തമ്മിലുള്ള കല്യാണം നടക്കണം ചേച്ചി. അത് എന്റെയും കൂടി ഒരാഗ്രഹമാ. എടി റെജി, എന്നെ ദ്രോഹിച്ചവനാണല്ലോ സൈമൺ മുതലാളി. അയാളുടെ മോനാണല്ലോ നീ പറയണ ഡാൻഡസ്. നീ എന്തിന് എന്റെ ശത്രുവിന്റെ മകന്റെ ഭാഗം പറയണത്? നീ എന്റെയും എന്റെ മകന്റെയും കൂടെ നിൽക്കേണ്ടവളാണല്ലോ ചേച്ചി. ഡാൻഡസ് നല്ല ഒന്നാന്തരം വയലിൻ വിദ്വാനാ. നമ്മുടെ വല്യപ്പച്ചനെ പോലെ അവൻ. ലോകം മുഴുവൻ അവനെ അറിയുന്ന ഒരു കാലം വരും. അന്ന് ചേച്ചിയും അവന്റെ ഉയർച്ച കണ്ട് സന്തോഷിക്കും. എനിക്ക് അവനെ എന്റെ കണ്ണിന് കാണല്. നീ പറഞ്ഞു പറഞ്ഞ് ഞാൻ അവനെ വെറുത്തുപോയി. എന്റെ ശൗര്യക്കുട്ടിയെ വിരോധിച്ചുകൊണ്ട് നീ ഡാൻഡസിനെ പൊക്കാൻ നിന്ന ഞാനും നിന്റെ ശത്രുവാകും. പറഞ്ഞേക്കാം. ഇതൊക്കെ ചേച്ചി തിരുത്തി പറയും. അതിന്റെ സമയം വരട്ടെ. ഞാൻ തിരുത്താനാ. എന്റെ മകനെ തള്ളിയിട്ട് ഡാൻഡസിനെ പൊക്കി പറയുന്നോ നീ? പോടി അവിടുന്ന്. എനിക്ക് ദേഷ്യം വരുന്നു. നീ ഫോൺ വെച്ചിട്ട് പോ. എമിലി ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തു. പിന്നീട് എമിലി കുരിശിങ്കലേക്ക് ഫോൺ ചെയ്ത് റജീനയുടെ നടപടിയെപ്പറ്റി പരാതി പറയുകയുണ്ടായി. എമിലിയുടെ മാതാപിതാക്കൾ എമിലിയുടെ പക്ഷത്താണ് ന്യായമെന്ന് സമ്മതിച്ചു. ശൗര്യക്കുട്ടിയെ പറ്റി അടുത്ത കാലത്ത് അവർക്ക് നല്ല മതിപ്പായിരുന്നു. റജീന എന്തുകൊണ്ട് സൈമൺ തരകന്റെയും അറക്കൽ ചാർലിയുടെയും പക്ഷം പിടിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തായാലും ഇളയ മകളെ ഗുണദോഷിച്ച് തിരുത്താമെന്ന് അവർ മൂത്ത മകൾക്ക് ഉറപ്പു നൽകി. എമിലിയോട് ദേഷ്യപ്പെട്ട് കടപ്പുറത്തേക്ക് പോയ ശൗര്യക്കുട്ടിയെ രാത്രിയായിട്ടും കാണാഞ്ഞ് എമിലി തിരക്കി ഇറങ്ങി. കൂട്ടിന് ഞാനും കൂടി വരാമെന്ന് ഡെന്നിച്ചൻ പറഞ്ഞെങ്കിലും എമിലി അത് നിരസിച്ചു. കടപ്പുറം വിജനമായിരുന്നു. എമിലി ടോർച്ചുമായി അവനെ തെരഞ്ഞ് കടപ്പുറത്ത് അങ്ങിങ്ങ് നടന്നു. കുറച്ചകലെ പുലിമുട്ടിനു മീതെ ഒരു നിഴൽ രൂപം ചക്രവാളത്തിന്റെ നരച്ച പശ്ചാത്തലത്തിൽ അവർ കണ്ടു. അവിടെ നിന്നുകൊണ്ട് എമിലി ശൗര്യയെ ഉറക്കെ വിളിച്ചു നോക്കി. പക്ഷേ പുലിമുട്ടിൽ കടലിടിക്കുന്ന ഇരമ്പത്തിൽ ആ വിളിയച്ച എങ്ങും എത്താതെ പതറിപ്പോയി. എമിലി പുലിമുട്ടിലേക്ക് കയറി ചെന്നു. ഭീമാകാരമായ കരിങ്കല്ലുകൾക്ക് മീതെ മാറത്ത് കൈകെട്ടി കടലിൽ നിന്ന് വീശുന്ന കാറ്റിനെതിരെ പോരാളിയെ പോലെ അചഞ്ചലനായി നിൽക്കുകയാണ് ശൗര്യക്കുട്ടി. മോനെ ശൗര്യക്കുട്ടി, എമിലി വിളിച്ചു. ശൗര്യക്കുട്ടി തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അവൻ പിണക്കത്തിലാണെന്ന് എമിലിക്ക് മനസ്സിലായി. എമിലി അവന്റെ അടുത്തേക്ക് ചെന്നു നിന്നു. ഇരമ്പുന്ന കരകാണാ കടലിലേക്ക് നോക്കി. അവളുടെ മനസ്സിന്റെ ഭിത്തിയിൽ ഓർമ്മകളുടെ കടൽ വന്നിടിച്ചു. ഓരോ തിരയും ശക്തമായിരുന്നു. ശൗരി, എടാ മോനെ, നമുക്ക് ആരോടും പകയൊന്നും വേണ്ട. ഇത്രയൊക്കെ മതി. ഇനി നിർത്തിയേക്ക്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്ത ദൈവകോപം ഉണ്ടാകും. ഒരുപാട് പേർക്ക് ദ്രോഹങ്ങൾ ചെയ്ത കാരക്കാട്ട് തരകനോട് ദൈവം കോപിച്ചോ? ഇല്ല. ഞാൻ അയാളോട് കോപിച്ചപ്പോഴല്ലേ അയാൾക്ക് തിരിച്ചടി കിട്ടിയത്. കാരക്കാട്ട് സൈമൺ മുതലാളിയോടും ദൈവം കോപിച്ചു. അയാൾക്കെതിരെ നിന്നെ വളർത്തി. എന്നിട്ട് അയാളുടെ മുന്നിലോട്ട് പറഞ്ഞയച്ചു. ഞാൻ അങ്ങനാണെങ്കിൽ അങ്ങനെ. ആ കോപം തീർന്നിട്ടില്ല. ഇനിയും പലതും ചെയ്യാനുണ്ട്. ദൈവം ഏൽപ്പിച്ച ജോലിയല്ലേ, തീർക്കാതെ പറ്റത്തില്ല. എമിലി ഇത്തിരി നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ഗർഭം ധരിക്കാൻ ഈ അമ്മ ആഗ്രഹിച്ചതല്ല. അതെന്റെ സമ്മതം കൂടാതെ നടന്നു. നിന്നെ വയറ്റിലിട്ടുകൊണ്ട് 10 മാസം ചുമക്കാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. വേണമെങ്കിൽ എനിക്ക് നിന്നെ ഇല്ലാതാക്കായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തില്ല. നിന്നെ പ്രസവിച്ചിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയായിരുന്നു. അതും ഞാൻ ചെയ്തില്ല.
നിന്നെ കൊല്ലാൻ വേണ്ടി സൈമൺ മുതലാളി പലതവണ നോക്കിയിട്ടുണ്ട്. നീ കൊച്ചായിരുന്നപ്പോ തന്നെ. അതും മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെയാ ഞാൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്. പല അപമാനങ്ങളും സഹിച്ചു, ദുഷ്പേര് കേട്ടു, ഒരു നാട് മുഴുവൻ അപവാദം പറഞ്ഞു. നീ കാരണം ഞാൻ അനുഭവിച്ച സങ്കടത്തിനും ദുരിതത്തിനും വെറുപ്പിനും നീതികേടിനും അതിരില്ല. എനിക്കറിയാം അമ്മ, ഒന്നും പറയണ്ട. പറയാൻ ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യല്ല്. ആരോട് നീതികേട് കാണിക്കല്ല്. ശൗരി തീരെ കടലിലോടുന്ന വെളിച്ചങ്ങളിലേക്ക് നോക്കി നിന്നു. വാ. എമിലി അവന്റെ കൈക്ക് പിടിച്ചു. അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ അവൻ എമിലിയുടെ കൂടെ നടന്നു. ഡാനിസും സോണിയ റോസും തമ്മിലുള്ള മനസ്സമ്മതത്തിന് 3 ദിവസം കൂടിയേ ശേഷിച്ചിരുന്നുള്ളൂ. കാരക്കാട്ട് സൈമൺ കടത്തിൽ മുങ്ങി നിൽക്കുകയാണെന്നും അയാളുടെ വസ്തുവകകൾ അന്യാധീനപ്പെട്ടു പോകുമെന്നും ഒരു അജ്ഞാത ഫോൺ സന്ദേശം കിട്ടിയതിൽ സംശയമുണ്ട്. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നറിയാൻ കൊച്ചിൻ ഫിനാൻസിൽ എത്തിയതായിരുന്നു അറക്കൽ ചാർലി സേവ്യർ. ബേബി കുരുവിള വസ്തുനിഷ്ഠമായി സ്ഥിതിഗതികൾ അറിയിച്ചു. അങ്ങനെ പെട്ടെന്ന് തകർന്നു പോകുന്നവനല്ല സൈമൺ തരകൻ. സൈമൺ തരകന്റെ സമ്പത്തും 3 ബോട്ട് കാണാതായെന്നുള്ളത് ശരിയാ. അതിന്റെ ഇൻഷുറൻസ് കാശ് കിട്ടാനും പോകുന്നില്ല. പക്ഷേ കാരക്കാട്ട് ബംഗ്ലാവും ആ തെങ്ങും പറമ്പും മതിയല്ലോ. 12 ഏക്കർ തെങ്ങും പറമ്പിന് എത്ര കോടി കിട്ടും? പുലിമട്ടിനിപ്പുറത്തെ പുഴ മുതല് നീണ്ടു കിടക്കുവല്ലേ ആ പുരയിടം. ഇത്രയും ബീച്ച് കിട്ടുന്ന പുരയിടം വേറെ എവിടെയുണ്ട്? 100-150 മീറ്റർ വീതിയും 1/2 കിലോമീറ്റർ മിച്ചം നീളവും. എങ്ങനെ കൃത്യമായിട്ട് അറിയാം? ചാർലി വിസ്മയത്തിൽ ചോദിച്ചു. ആ പുരയിടം ഇവിടെ ഈട് വെച്ചിരിക്കുവല്ലേ. അതിലാണ് ഫിഷ് ഫാക്ടറിയും ഐസ് പ്ലാന്റും പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരക്കാട്ട് ബംഗ്ലാവ് ഇവിടെ പണയപ്പെടുത്തിയിട്ടുണ്ടോ? അതൊരു ജാമ്യം. കടൽ തീരമല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സുനാമി വന്ന കര കടലാകും, കടല് കരയാകും. ആ പുരയിടത്തിന് 100 കോടി വില പറഞ്ഞതാ നോർത്ത് ഇന്ത്യന്ന് വന്ന ഒരു മാർവാടി. റിസോർട്ടിനും ബീച്ചിനും വേണ്ടി. സൈമൺ ചേട്ടൻ കൊടുത്തില്ല. ആ പുരയിടത്തിന് മീതെ ബംഗ്ലാവും കൂടി പണയപ്പെടുത്തിയതാ എനിക്ക് സംശയം. പണ്ടത്തെ വിലയൊന്നും ഇപ്പോഴില്ല ചാർലി സാർ. തീരത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ വന്നു. മുന്നേ വിറ്റ് കാശാക്കിയവരൊക്കെ മിടുക്കന്മാര്. അവര് സംസാരിച്ചു കൊണ്ടിരിക്കെ ചാർലി സേവിയറിന്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. ചാർലി കോൾ എടുത്തു. അടുത്ത നിമിഷം ഞെട്ടിക്കൊണ്ട് അയാൾ കസേരയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. എപ്പോൾ? എവിടെ വെച്ച്? മെഡിക്കൽ കോളേജിലോ? ഞാൻ ഇപ്പോ വരാം. ചാർലി കോൾ കട്ട് ചെയ്തു. എന്തു പറ്റി? ബേബി കുരുവിള ചോദിച്ചു. സൈമൺ ചേട്ടന്റെ മകന് ഒരു ആക്സിഡന്റ് MC റോഡിൽ വെച്ച്. അവരെയെല്ലാം എനിക്കറിയാമല്ലോ. ആർക്കാണ്? ഡാൻഡസിന്. അടുത്ത ശനിയാഴ്ച എന്റെ മോളുമായിട്ട് മനസ്സമ്മതം നിശ്ചയിച്ചിരുന്നതാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? എവിടെയാ? ഞാനും വരാം. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്ന് എന്റെ വൈഫാ വിളിച്ചു പറഞ്ഞത്. ബേബി കുരുവിള വേഗം മേശ പൂട്ടി ഓഫീസിൽ നിന്നിറങ്ങി. ചാർലിയുടെ കാറിന് പിന്നാലെ തന്റെ കാർ ഡ്രൈവ് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് പോയി. റെജീനയാണ് എമിലിയെ വിളിച്ചു പറഞ്ഞത്. സൈമൺ തരകന്റെ മകൻ കാർ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്ന്. സ്വന്തം ഭർത്താവിനോട് പോലും പറയുന്നതിന് മുമ്പേ റെജീനയ്ക്ക് എമിലിയെ അറിയിക്കണമെന്നാണ് തോന്നിയത്. അതിനിപ്പോ ഞാൻ എന്നാ വേണം? എമിലി ഒരു താല്പര്യവും ഇല്ലാത്ത മട്ടിൽ പ്രതികരിച്ചു. ചേച്ചി എന്ത് വേണമെന്നോ? ചേച്ചിക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകന് അപകടം പറ്റിയെന്നും കേട്ട് ഞാനെന്തിനാടി വിഷമിക്കണത്? അവൻ എന്റെ ആരാ? എന്റെ ശൗര്യക്കുട്ടിയോടുള്ള നിന്റെ വിരോധവും സൈമൺ മുതലാളിന്റെ മകനോടുള്ള നിന്റെ ഇഷ്ടക്കൂടുതലും വെച്ച് നോക്കുമ്പോ ഇതിപ്പോ നന്നായിന്ന് പറയാനാ എനിക്ക് തോന്നണത്. ചേച്ചിയുടെ സ്വന്തം മകനാണ് അപകടം പറ്റിയത്. അവനാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുന്നത് എന്ന് അലറി പറയണമെന്നുണ്ടായിരുന്നു റെജീനയ്ക്ക്. പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ വന്നു കുരുങ്ങി. പിന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ ഫോൺ വെച്ചു. സന്ദർശകർക്കുള്ള ഇരിപ്പിടങ്ങളിലൊന്നിലും ഇരിപ്പുറയ്ക്കാതെ ആദ്യ കയറി അങ്ങിങ്ങ് നടക്കുകയാണ് സൈമൺ തരകൻ. ചാർലി സേവ്യറും ബേബി കുരുവിളയും മറ്റു പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു കസേരയിൽ ഇരുത്തും. 2 മിനിറ്റിനുള്ളിൽ ഇരിപ്പുറയ്ക്കാതെ സൈമൺ തരകൻ എഴുന്നേറ്റ് നടപ്പു തുടങ്ങും. എൽസമയെ റോസ്മേരി താങ്ങി പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അവരുടെ കരച്ചിലിന് ശമനമില്ല. കണ്ണീരും തൂവാലയുമായി സോണിയ റോസും ഹോസ്പിറ്റലിലുണ്ട്. അവനെ കൊല്ലേണ്ടതായിരുന്നു. എന്റെ കൈ കിട്ടിയതാ എന്റെ മണ്ടത്തരം. സൈമൺ തരകൻ പിറുപിറുത്തുകൊണ്ട് നടന്നു. ആരുടെ കാര്യമാ പറയണത്? ചാർലി ചോദിച്ചു. അവന്റെ, ശൗരീന്ന് പേരുള്ള ആ പട്ടിയുടെ. ചാർലിക്ക് കാര്യം മനസ്സിലായില്ല. അവൻ ചെയ്യിച്ചതാ. കാറിലെ ലോറി തട്ടിയെന്നല്ലേ പറഞ്ഞത്?
എന്നിട്ടാണ് കാറ് പാലത്തിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞത്. ലോറി നിർത്താണ്ട് പോയി. അത് ശൗര്യ ചെയ്യിച്ചതാണെന്നോ? അല്ലാതെ പിന്നെ വേറെ ആര് ചെയ്യിക്കാൻ? ഡാൻഡസും സോണിയും തമ്മിലുള്ള കല്യാണം മുടക്കുമെന്ന് അവൻ വെല്ലുവിളിച്ച് പറഞ്ഞതല്ലേ? ചാർലിയുടെ വീട്ടിലും വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? ഇപ്പോഴാണ് ചാർലിക്ക് തെളിഞ്ഞത്. ഡാൻഡസിനെ കൊല്ലാൻ ശൗര്യ മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടമായിരുന്നു അത്. അങ്ങനെ ചെയ്യാനും മടിയില്ലാത്തവനാണ് ശൗര്യയെന്ന് ചാർലിക്കും തോന്നി. അടുത്ത ഭാഗം നാളെ.